വിരാട് കോഹ്ലി എന്ന ഇതിഹാസത്തെ ഒരിക്കലും എഴുതി തള്ളാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് 2024 T20 ലോകകപ്പിൻ്റെ ഫൈനൽ. ആദ്യം സമ്മർദ്ദം മൂലം വഴഞ്ഞ ഇന്ത്യക്ക് രക്ഷയ്ക്കെത്തിയത് വിരാട് കോഹ്ലിയുടെ തകർപ്പൻ ഇന്നിങ്സ് തന്നെയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നേടിയത് 176 റൺസ് ആയിരുന്നെങ്കിൽ അതിൽ 76 റൺസ് സ്വന്തമായത് വിരാട് കോഹ്ലിക്ക് മാത്രമാണ്. 34-ന് 3 എന്ന നിലയിലായിരുന്ന ഇന്ത്യ പിന്നീട് 176 റൺസ് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബാറ്റിംഗ് തകർച്ചയിൽ നിന്നാണ് ഇന്ത്യയുടെ കരകയറ്റമെന്ന് പറയാം. ടോസ് ലഭിച്ച് ആദ്യം ബാറ്റ് ചെയ്യാനുള്ള ഇന്ത്യയുടെ തീരുമാനം ശരിവയ്ക്കുന്ന രീതിയിലായിരുന്നില്ല തുടങ്ങിയത്. സ്കോർ 23 നിൽക്കുമ്പോൾ 9 റൺസ് എടുത്ത രോഹിത് ശർമ്മയും 0-ന് ഋഷഭ് പന്തിനെയും 3 റൺസിന് സൂര്യകുമാർ യാദവിനെ നഷ്ടപ്പെട്ടു. എന്നാൽ ഒരു വശത്ത് വിരാട് കോഹ്ലി മികച്ച രീതിയിൽ ഇന്നിങ്സ് കളിച്ചു പോകുമ്പോൾ ഇപ്പുറത്തെ വശത്ത് അക്ഷർ പട്ടേലാണ് മത്സരത്തിൽ നിർണായക ബ്രേക്ക് ത്രൂ ഇന്നിങ്സ് നൽകിയത്. 31 പന്തിൽ 1 4-ഉം 4 6-ഉം അടക്കം 47 റൺസ് നേടിയപ്പോൾ കെന്നൻ ഡിക്കോക്കിൻ്റെ അത്യുഗ്ര റണ്ണൌട്ടിലാണ് അക്ഷർ പുറത്തായത്. വിമർശകരെല്ലാം വായടപ്പിച്ചുകൊണ്ട് 16 പന്തിൽ 3 4-ഉം 1 6-ഉം അടക്കം ശിവം ദുബെ 27 റൺസ് നേടി. ഹാർദിക് പാണ്ഡ്യയും 1 ബൗണ്ടറി സ്വന്തമാക്കി. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി കേശവ് മഹാരാജും ആൻഡ്രിക് നോർഹിയും 2 വിക്കറ്റ് നേടിയപ്പോൾ റബാഡയും യാൻസനും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി. യാൻസനും ഷംസിയും ശരിക്കും റൺസ് വഴങ്ങിയ മത്സരമായിരുന്നു. എന്നാൽ ഹൈലൈറ്റ് വിരാട് കോഹ്ലി തന്നെയാണ്. 59 പന്തിൽ 6 4-ഉം 2 6-ഉം അടക്കമാണ് വിരാട് കോഹ്ലിയുടെ മികച്ച ഒരു ഇന്നിങ്സ്. മത്സരത്തിൽ നിർണായകമായതും വിരാട് കോഹ്ലിയുടെ 76 റൺസ് തന്നെയാണ്. മെല്ലെ തന്നെയാണ് വിരാട് കോഹ്ലി ഇന്നിങ്സ് തുടങ്ങിയത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇന്നിങ്സിലേക്ക് കത്തിക്കയറുന്ന കോഹ്ലി സ്റ്റൈലാണ് ആരാധകർ ഏറെയും കണ്ടത്. ടൂർണമെന്റിൽ വിരാട് കോഹ്ലിയുടെ ആദ്യത്തെ അർദ്ധ സെഞ്ചുറി ഫൈനലിൽ വന്നുവെന്നുള്ളത് പിന്നീട് അങ്ങോട്ട് ആരാധകർക്ക് ആവേശമാണ്. എന്നാൽ 50 റൺസ് തികച്ച ശേഷം പിന്നീടുള്ള റൺസ് എടുക്കാൻ വിരാട് കോഹ്ലിക്ക് നിസ്സാര പന്തുകൾ മാത്രമേ ആവശ്യമാണുള്ളൂ. റബാഡയും യാൻസനെയും ബൗണ്ടറികൾ പായിച്ചാണ് വിരാട് കോഹ്ലി റൺസ് ഉയർത്തിയത്. എന്നിരുന്നാലും ലോകകപ്പ് ഫൈനലിൽ ഒരു ടീം ഉയർത്തുന്ന ഏറ്റവും വലിയ ടോട്ടലാണ് 176 എന്നുള്ളത്. മത്സരം വിജയിക്കാനുള്ള സാധ്യതകളും ഏറെയാണ്.